യുക്രൈനിൽ ട്രെയിനിന് നേരെ റഷ്യയുടെ ഡ്രോൺ ആക്രമണം 5 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 200-ലേറെ പേർ സഞ്ചരിച്ച പാസഞ്ചർ ട്രെയിനിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഖാർക്കീവിലെ യാസിക്കോവിന് സമീപമാണ് സംഭവം. റഷ്യൻ ആക്രമണത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അപലപിച്ചു. ട്രെയിനിന് നേരെ നടത്തിയ ആക്രമണം ഭീകരാക്രമണമെന്ന് സെലൻസ്കി പറഞ്ഞു. ഉക്രൈന്റെ പടിഞ്ഞാറൻ അതിർത്തികൾക്കടുത്തുള്ള ചോപ്പിൽ നിന്ന് ബാർവിൻകോവ് എന്ന സ്ഥലത്തേക്ക് ട്രെയിൻ സർവീസ് നടത്തിയിരുന്നു. ഒരു സിവിലിയൻ ട്രെയിൻ ഡ്രോൺ ആക്രമണം നടത്തുന്നത് പൂർണ്ണമായും തീവ്രവാദം പോലെ തന്നെ. ഇതിൽ ഒരു സൈനിക ലക്ഷ്യവുമില്ല, സെലൻസ്കി പറഞ്ഞു. ഏറ്റവും പുതിയ ബോംബാക്രമണം സമാധാന ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സഖ്യകക്ഷികളോട് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാജ്യം ഏറ്റവും കഠിനമായ ശൈത്യകാലം നേരിടുമ്പോൾ ഉക്രൈന്റെ ഊർജ്ജ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് മോസ്കോ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2022 ഫെബ്രുവരിയിലാണ് ഉക്രൈനെതിരെ സൈനിക നടപടിക്ക് നിർദ്ദേശം നൽകിയത്. നിലവിൽ ഉക്രൈന്റെ ഏകദേശം 20% റഷ്യയാണ് നിയന്ത്രിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരളപ്രണാമം.